നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞു. രണ്ട് വിഭാഗം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതിലൊരു വിഭാഗത്തെ നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും രണ്ടാമത്തെ വിഭാഗത്തെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുമാണ് വിളിക്കുക. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് ഈഫ് ആണ്, മറ്റൊന്ന് സ്വിച്ച് ആണ്. ഇവിടെ നമ്മൾ സ്വിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സ്വിച്ച് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ സിന്റാക്സ് സ്വിച്ച് എന്ന പദം എന്ന കീവേഡ് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിൾ എഴുതും. അതിനുശേഷം ഒരു കേളി ബ്രേസ്. ഈ കേളി ബ്രേസിനുള്ളിൽ കേസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് വാല്യൂസ് നമ്മൾ പറയും. കേസ് 1, ദിസ് വിൽ ബി കോൺസ്റ്റന്റ്. ഒന്നുകിൽ അതൊരു ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആവും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം instead of case 1 we can write val1, value 1, ഒരു കോളൻ. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ പോകും. അങ്ങനെ ഒരു കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് വീണ്ടും കേസ്, അടുത്ത വാല്യൂ 2, വീണ്ടും സ്റ്റേറ്റ്മെന്റുകൾ, അതിനുശേഷം ബ്രേക്ക്. അഗെയിൻ കേസ് വാല്യൂ 3, വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ബ്രേക്ക്. അങ്ങനെ ഒരുപാട് കേസുകൾ എഴുതിയതിനു ശേഷം അവസാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കീവേഡാണ് ഡിഫോൾട്ട്. അവിടെ statements, then the curly brace closing. This is the syntax of switch statement. Switch എന്ന് പറയുന്ന കീവേഡിന് ശേഷം we will give an expression, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കും കൊടുക്കുക. ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ്? യൂഷ്വലി ദിസ് വിൽ ബി, ഇതിനെ അനുവദിച്ചിട്ടുള്ളത് ഒരു ഇൻറ്റിജർ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആവാം. ഈ രണ്ട് സംഗതികൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം എന്താണോ കിട്ടുന്നത്, ആ റിസൾട്ട് ഇവിടെ ഓരോ കേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിന് തുല്യമാണ് എങ്കിൽ ഇക്വാലിറ്റി ചെക്കിംഗ് മാത്രമാണ് സ്വിച്ചിൽ നടക്കുന്നത്. കേസ് ഈ പറയുന്ന വാല്യൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിളിന്റെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമുള്ള റിസൾട്ട് ഈ വാല്യൂ 1 ആണ് എങ്കിൽ ദിസ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ആ ബ്ലോക്കിന്റെ അറ്റത്ത് അവസാന ഭാഗത്ത് ഒരു ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാണാം. ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട് ഓഫ് ദിസ് സ്വിച്ച് സ്ട്രക്ചർ. ഈ സ്വിച്ച് സ്ട്രക്ചറിന്റെ പുറത്തേക്ക് കൺട്രോളിനെ കൊണ്ടുപോകും. ഇനി ഇത് ശരിയല്ല, ഇത് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഇക്വാലിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഇത് ശരിയല്ല എങ്കിൽ ഇറ്റ് ചെക്സ് വെദർ ദ വാല്യൂ ഈസ് ഈക്വൽ ടു വാല്യൂ 2. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂന് തുല്യമായിട്ടാണ് കിട്ടിയത് നോക്കും. അതാണ് എങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും ആൻഡ് ബ്രേക്സ്. ഇത് രണ്ടുമല്ല എങ്കിൽ വാല്യൂ 3 ഇവാലുവേറ്റ് ചെയ്യും. അത് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന കേസസ് ഒന്നുമല്ല എങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തോളൂ. ഇഫ് ഓൾ ദ കേസസ് ആർ നോട്ട് ഇവാലുവേറ്റഡ് ട്രൂ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഡിഫോൾട്ട് സെക്യൂർ. ഇതാണ് സ്വിച്ചിന്റെ സിന്റാക്സ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പറയാം. നമ്മളിവിടെ ഒരു
ഇൻറ്റിജർ വേരിയബിൾ എക്സ് ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് ഒരു വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നു, എക്സ്. സ്വിച്ച് എക്സ്. കേസ് 1 cout 1 break. Case 2 cout 2 break. Case 3 cout 3 break. Default cout not 1, 2 or 3. A simple example. If the user inputs 1, value of x is 1, so this part will be executed. It prints 1 and breaks, jumps out. If the user inputs 2, then this condition will be false, then this will be evaluated true. So case 2, case 2, x in the value 2 ആയതുകൊണ്ട് this part will be executed. അപ്പോൾ 2 എന്ന് വിടുകയും ബ്രേക്ക് ചെയ്ത് പുറത്തെടുക്കുക. കേസ് 3, എക്സിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്ത് 3 ആണെങ്കിൽ ദിസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി 1, 2, 3 അല്ലാതെ വേറെ ഏതോ നമ്പർ ആണ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. cout not 1, 2 or 3. അപ്പൊ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച്. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഫ്ലോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യാണ്, ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ഈസ് എക്സ് ഈക്വൽ ടു 1 യെസ് എന്നാണ് എങ്കിൽ എന്താണ് പ്രിന്റ് 1 എന്ന് പ്രിന്റ് ചെയ്യാൻ പറയും. നോ ആണെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാണ്. ഈസ് എക്സ് ഈക്വൽ ടു 2, അങ്ങനെയാണെങ്കിൽ 2 പ്രിന്റ് ചെയ്യാൻ പറയുന്നു. പ്രിന്റ് 2. നോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഈസ് എക്സ് ഈക്വൽ ടു 3 യെസ് ആണെങ്കിൽ പ്രിന്റ് 3. നോ അതുമല്ല എങ്കിൽ അതർവൈസ് ഒക്കെ നോ അടിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? നോട്ട് പ്രിന്റ് നോട്ട് 1, 2 or 3 എന്ന് വിളിക്കും. എന്നിട്ട് ഇത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകും, സ്വിച്ചിൻ്റെ പുറത്തോട്ട്, ഇത് സ്വിച്ചിൻ്റെ പുറത്തോട്ട്, ഇവിടുന്ന് സ്വിച്ചിൻ്റെ പുറത്തോട്ട്. ഇങ്ങനെയാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതും ഈഫ് സ്റ്റേറ്റ്മെന്റും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്. ഈഫ് സ്റ്റേറ്റ്മെന്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നമുക്ക് എക്സ്പ്രഷൻസ്, കണ്ടീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ് ഉപയോഗിക്കാം, അതുപോലെ ഇൻഡിജേഴ്സ് ഉപയോഗിക്കാം, ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള വാല്യൂസും നമുക്ക് കമ്പയർ ചെയ്യാം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇങ്ങനെയുള്ള കമ്പാരിസൺ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള വലിയ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിച്ച് ഈഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. അതിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈഫ്, എൽസ്, അതിൻ്റെ കോമ്പിനേഷൻ, എൽസ് ഇഫ് ലാഡർ, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്വിച്ചിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, സ്വിച്ച് ഉപയോഗിക്കാൻ എളുപ്പമാണെങ്കിലും അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്
ഇവിടെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേരിയബിൾ ആയിട്ട് നമുക്ക് ഒന്നുകിൽ ഇന്റിജർ വേരിയബിൾ അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്റിജർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷനെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന കേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന വാല്യൂസ് ഒന്നുകിൽ ഇന്റിജർ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ ആയിരിക്കും. അത് ഓൾവേസ് ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഈക്വൽ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇക്വാലിറ്റി ചെക്കിങ് മാത്രമേ നടക്കുന്നുള്ളൂ. സ്വിച്ചിന്റെ കൂടെ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് ദിസ് ബ്രേക്ക് ഈസ് നോട്ട് ഹിയർ, ഇവിടെ ഈ ബ്രേക്ക് ഇല്ല എന്ന് വിചാരിച്ചോളൂ. വാട്ട് ഹാപ്പൻസ്, ഈ കണ്ടീഷൻ ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, സി ഔട്ട് 1 എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല, ബ്രേക്ക് ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ നോട്ട് ജമ്പ് ഔട്ട്, പുറത്തോട്ട് ജമ്പ് ചെയ്യില്ല. അപ്പൊ ഇതും എക്സിക്യൂട്ട് ചെയ്യും, സി ഔട്ട് 2 പ്രിന്റ് ചെയ്യും, സി ഔട്ട് 3 പ്രിന്റ് ചെയ്യും, അങ്ങനെ സി ഔട്ട് നോട്ട് ഇതും എല്ലാം പ്രിന്റ് ചെയ്തിട്ട് പോകും. ഇനി കണ്ടീഷനിൽ ഇവിടെ നമ്മൾ കൊടുത്തത് 3 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എവിടെ ഇരിക്കും, ഇത് മാച്ച് ആവില്ല, ഇത് മാച്ച് ആവില്ല, ഇത് മാച്ച് ആവും. ഇത് മാച്ച് ആവുമ്പോൾ നമ്മൾ സി ഔട്ട് 3 എന്നുണ്ട്. അപ്പൊ 3 എന്ന് പ്രിന്റ് ചെയ്യും, പിന്നെ അതിന്റെ താഴത്തുള്ളെല്ലാം പ്രിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഏത് എക്സ്പ്രഷൻ, ഏത് കണ്ടീഷനാണോ, ഏത് കേസാണോ ആദ്യം ട്രൂ ആവുന്നത് അവിടെ മുതലുള്ള ബാക്കിയുള്ള എല്ലാം പ്രിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ ബ്ലോക്സും എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക് അത് ജമ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ കമ്പയർ ചെയ്യുക. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, എ എന്ന് യൂസർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ എന്ന് പ്രിന്റ് ചെയ്യണം, ബി എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബനാന എന്ന് പ്രിന്റ് ചെയ്യണം, സി എന്ന് പ്രിന്റ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാൻ പറയാണ്. എങ്ങനെ നമ്മൾ എഴുതാം, ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace std int main. നമുക്കൊരു വേരിയബിൾ char ചോയ്സ്, എന്താണ് ചോയ്സ് കൊടുക്കുന്നത്, എ ആണോ ബി ആണോ സി ആണോ. എ ബിയും സിയും അല്ലെങ്കിൽ നോട്ട് ക്യാരറ്റ് ബനാന എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ സി ഔട്ട് യുവർ ചോയ്സ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്, യുവർ ചോയ്സ് പ്ലീസ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, സി ചോയ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സ്വിച്ച് ചോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടത്. ഇനിയോ കേസ് എ, സ്മോൾ എ ആവട്ടെ, കോൾ ഇട്ടിട്ട് കേസ് സ്മോൾ എ. ക്യാപിറ്റൽ എ ആണെങ്കിലും സ്മോൾ എ ആണെങ്കിലും ഇത് പ്രിന്റ് ചെയ്യണം, സി ഔട്ട് ആപ്പിൾ. Then break. ഇനി കേസ് ബി ഓർ കേസ് ഇത് കോളൻ ആണ്, ബി സി ഔട്ട് ബനാന ബ്രേക്ക്. ഇനി കേസ് സി, കേസ് സ്മോൾ സി, ക്യാപിറ്റൽ സി ആണെങ്കിലും സ്മോൾ സി ആണെങ്കിലും സി ഔട്ട് ക്യാരറ്റ് ബ്രേക്ക്. ഇനി ഡിഫോൾട്ട്, അതൊന്നുമല്ല, എയും ബിയും സിയും അല്ല, ഡിഫോൾട്ട് സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട്. So this is an example using switch. ഈ ചോയ്സിലേക്ക് നമ്മൾ കൊടുത്തത് യൂസർ എൻ്റർ ചെയ്യുന്നത് എ ആണെങ്കിൽ ഇറ്റ് വിൽ പ്രിന്റ് ആപ്പിൾ. ഇപ്പോൾ ക്യാപിറ്റൽ എ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഈ കേസ് മാച്ച് ആവും.
ഈ കേസ് മാച്ച് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് ശേഷം ഇവിടെ ബ്രേക്ക് ഒന്നുമില്ല, അപ്പൊ ഇതും കൂടെ ഈക്വൽ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇതും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും പ്രോഗ്രാം വർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ആപ്പിൾ പ്രിന്റ് ചെയ്യും. ഇനി യൂസർ സ്മോൾ ആണ് കൊടുത്തത്, ഈ ഭാഗം വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഈ ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്, കേസ് എ, ഇതായിരിക്കും മാച്ച് ആവുക. അപ്പോഴും ആപ്പിൾ പ്രിന്റ് ചെയ്യുന്നിട്ട് ബ്രേക്ക് ചെയ്യും. ഇനി യൂസർ സി, ക്യാപിറ്റൽ സി ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിലോ ഇത് മാച്ച് ആവുന്നില്ല, ഇത് മാച്ചില്ല, ഇത് മാച്ചില്ല, ഇത് മാച്ചില്ല, ഇവിടെ മാച്ച് ആവും. സിക്ക് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ദിസ് ഓൾസോ വിൽ ബി കൺസിഡർഡ് സി ഔട്ട്. ക്യാരറ്റ് പ്രിന്റ് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് പോകുന്നു. സോ ഇൻ ദിസ് വേ വി ക്യാൻ യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോഗ്രാം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിലെ രണ്ടാമത്തെ കാറ്റഗറി, ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ കണ്ടു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ വിഭാഗമാണ് ലൂപ്സ്. ലൂപ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളെ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ലൂപ്സ്. ആ ലൂപ്സിൽ നമുക്ക് C++ൽ ഫോർ ലൂപ്പ് അവൈലബിൾ ആണ്, ഫോർ സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ ആണ്, വൈൽ എന്ന് പറയുന്ന ലൂപ്പ് അവൈലബിൾ ആണ്, ഡു വൈൽ ലൂപ്പ് അവൈലബിൾ ആണ്. ഈ 3 ലൂപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊരു ലൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ഭാഗം എന്താണ്? ഇനീഷ്യലൈസേഷൻ. രണ്ടാമത്തെ ഭാഗം ഏതാണ്? കണ്ടീഷൻ ചെക്കിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ, കണ്ടീഷൻ ഇവാലുവേഷൻ. ഓക്കെ, കണ്ടീഷൻ ചെക്കിംഗ്. മൂന്നാമത്തത് അപ്ഡേഷൻ ഓഫ് കൺട്രോൾ വേരിയബിൾ. നാലാമത്തത് എന്താണ്? ബോഡി ഓഫ് ലൂപ്പ്. ഈ 4 ഭാഗങ്ങൾ ഏത് ലൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത്രയും 4 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ടാവും, അപ്ഡേഷൻ ഓഫ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും, ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ ഏതൊരു ലൂപ്പിനാണെങ്കിലും ഒരു കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. ആ ലൂപ്പിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിളിനെ ഒരു ഇനീഷ്യൽ വാല്യൂ, സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ there will be an initialization. Then condition checking whether this loop is to be continued or not. ഇനിയും ഇത് ആവർത്തിക്കേണ്ടതുണ്ടോ, എക്സിക്യൂഷൻ ആവർത്തിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ആ പരിശോധനയാണ് കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൺട്രോൾ വേരിയബിൾ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്ഡേഷൻ ഓഫ് കൺട്രോൾ വേരിയബിൾ. ഓരോ പ്രാവശ്യവും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഇത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു എന്ന് കണക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്, ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് കൂടുകയായിരിക്കും, ചിലപ്പോൾ അത് കുറയുകയായിരിക്കും. അപ്പൊ ആ ഒരു അപ്ഡേഷൻ ചെയ്യുന്നുണ്ടാവും. ദെൻ ബോഡി ഓഫ് ലൂപ്പ് ഏത് ഭാഗമാണോ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഭാഗത്തെ പറയുന്ന പേരാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. സോ these are the parts of a loop: initialization, condition checking, updation and body of loop. ഇതില് ഓരോന്നിനും ഈ 3 ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കുണ്ടാവും. പക്ഷെ അത് ഓരോന്നും പല രീതിയിലാണ്, പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം നമുക്ക് നോക്കാം. ഫോർ ലൂപ്പ് ഇങ്ങനെയാണ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്: ഫോർ ഇനീഷ്യലൈസേഷൻ, കൺട്രോൾ വേരിയബിളിന്റെ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ലൂപ്പ്. എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്നത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ, എത്ര പ്രാവശ്യം ആവർത്തിക്കണം, ലൂപ്പിന്റെ ബോഡി എത്ര പ്രാവശ്യം ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. 1 മുതൽ 10 വരെ ഉള്ള സംഖ്യകൾ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഉപയോഗിക്കും. ഇതാണ് നമ്മുടെ കൺട്രോൾ വേരിയബിൾ എന്ന് വിചാരിക്കാം. ഈ എക്സിന്റെ തുടക്കം, ഇനീഷ്യൽ വാല്യൂ എന്താണ്? 1 നിന്ന് തുടങ്ങണം, സ്റ്റാർട്ടിങ് ഫ്രം 1.
ദെൻ എക്സിന്റെ വാല്യൂ എത്ര വെച്ചിട്ട് കൂടണം? ഓരോന്ന് വെച്ചിട്ട് കൂടണം. ഇൻക്രിമെന്റ് ബൈ 1. ഓരോന്ന് വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. എത്ര വരെ? നമ്മുടെ കണ്ടീഷൻ എന്താണ്? 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ കണ്ടീഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ 10 ആവുന്നത് വരെ 10ഉം കൂടെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യണം? അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇനീഷ്യലി എക്സ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ആദ്യത്തെ സംഗതി. എക്സിന്റെ തുടക്ക വാല്യൂ 1. അതാണ് ഇനീഷ്യലൈസേഷൻ. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്താണ്? എക്സിന്റെ വില 10ഓ അതിൽ താഴെയോ ആണോ എന്നുള്ളൊരു ചോദ്യം. 10ഓ അതിൽ താഴെയോ ആണെങ്കിൽ അത് ആവർത്തിക്കണം. 11ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവസാനിക്കണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. എത്രത്തോളം പോകണം? ദെൻ ഇൻക്രിമെന്റ് ചെയ്യണം. എക്സിന്റെ വാല്യൂ 1 വെച്ചിട്ട് കൂടണമെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പറിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പോവാം. എങ്ങനെയായിരിക്കും? നമ്മുടെ കൺട്രോൾ വേരിയബിൾ എന്താണ്? എക്സ്. സോ എക്സ് ഈക്വൽ ടു 1. കണ്ടീഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതിനോട് ചോദിക്കുന്ന ഈ കണ്ടീഷനിൽ ചോദ്യം ഇതാണ്: വെദർ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അതെ, യെസ് എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ കണ്ടീഷൻ ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബോഡി വർക്ക് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വാട്ട് ഈസ് അവർ അപ്ഡേഷൻ? അപ്ഡേഷൻ ഈസ് എക്സ് പ്ലസ് പ്ലസ്. എക്സിന്റെ വാല്യൂ 1 വെച്ചിട്ട് കൂടുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബോഡിയിൽ എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. 1 2 3 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? സി ഔട്ട് എക്സ് സ്ലാഷ് താഴോട്ട് 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 പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കൂ, എക്സിന്റെ വാല്യൂ ഇനീഷ്യലി എന്താണ്? 1. ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് ഈസ് 1. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിന്റെ വാല്യൂ 1. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഇനീഷ്യലൈസേഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഇവിടെ വരും. ഇങ്ങോട്ടാണ് കൺട്രോൾ പോവുക. എക്സിന്റെ വാല്യൂ 10ൽ താഴെയാണോ? എക്സിന്റെ വാല്യൂ 1 10ൽ താഴെയാണോ? യെസ് 10ൽ താഴെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സി ഔട്ട് എക്സ്. സ്ക്രീനിൽ എന്ത് ചെയ്യണം? 1. എക്സിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് 1. ആ 1 എന്ന് പ്രിന്റ് ചെയ്യണം. റൈറ്റ്. ഇനി എന്നൊരു സ്ലാഷ് അടുത്ത ലൈനിലേക്ക് വന്നു. ഈ ലൂപ്പിന്റെ ബോഡി ഇവിടെ അവസാനിച്ചു. ഫോറിന്റെ പ്രത്യേകത, ബോഡിയുടെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് പ്ലസ്. എക്സിന്റെ വാല്യൂ എന്താ? 1. എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് എന്താവും? 2. ഇനി ഇങ്ങോട്ട് വരും. റൈറ്റ്. എക്സിന്റെ വാല്യൂ 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ? യെസ് ആണ്. അപ്പൊ വീണ്ടും ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ദിസ് പാർട്ട് ഈസ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പൊ എന്തായി? സി ഔട്ട് എക്സ്. എക്സിന്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. 2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത ലൈനിലേക്ക് വന്നു. അങ്ങനെ താഴോട്ടെത്തി. ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയി. എക്സിന്റെ വാല്യൂ എന്താ? എക്സ് പ്ലസ് പ്ലസ്. എക്സ് ബിക്കംസ് 3. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. എക്സ് 10നേക്കാൾ ചെറുതാണോ? യെസ്. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. ദിസ് കണ്ടിന്യൂസ്. അങ്ങനെ കിട്ടി 9 ആവുന്ന സമയത്ത് ഇതിൽ 9 ആയിരുന്നു. 9 പ്രിന്റ് ചെയ്തു. പുറത്തേക്ക് വന്നു. ഇവിടെ എത്തി എക്സ് പ്ലസ് പ്ലസ്. അപ്പൊ ഇതെന്തായി? 10 ആയി. എന്നിട്ട് വീണ്ടും ഇവിടെ എത്തി. എക്സ് 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ? 2000 ട്രൂ ആണ്. ചെറുതോ തുല്യമോ ആണോ? തുല്യമാണ്. അപ്പൊ ട്രൂ ആണ്. അപ്പൊ വീണ്ടും ഈ പാർട്ടിനെ എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് എക്സ് 10 പ്രിന്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. എക്സ് പ്ലസ് പ്ലസ്. എക്സിന്റെ വാല്യൂ എന്തായി? 11 ആയി. ഇനി ഇവിടെ ചോദിക്കുന്നത് എക്സ് 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ? അല്ല. നോ. സോ ദ ആൻസർ ഇസ് ഫാൾസ്. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞു. അപ്പൊ അതോടുകൂടി ഇതിന്റെ ആവർത്തനം അവസാനിപ്പിക്കും. ഇവിടെ നിന്ന് പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വല്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടീഷൻസും ഇനീഷ്യൽ വാല്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് ഏത് രീതിയിലും 10 മുതൽ 1 വരെ പ്രിന്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യൽ വാല്യൂ ഇസ് 10. എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെ വില 1നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ 1ന് തുല്യമോ ആണെങ്കിലൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം? മൈനസ് മൈനസ്. എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരണം.
അപ്പോൾ 10, 9, 8 എന്ന് പറഞ്ഞ് താഴോട്ട് കുറഞ്ഞു വരും. സോ ഇൻ ദിസ് വേ വി ക്യാൻ റൈറ്റ് പ്രോഗ്രാംസ്. ഇനി നമുക്ക് 2, 4, 6, 8 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? എക്സിന്റെ വാല്യൂ 2 എന്ന് കൊടുത്തു. എത്ര വരെ വേണം? ഒരു 50 വരെ വേണം. 2, 4, 8 അങ്ങനെ 50 വരെ വേണം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് കൊടുത്തു. എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം 2, അടുത്ത പ്രാവശ്യം മുകളിലേക്ക് കയറുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. ദാറ്റ് മീൻസ് ആദ്യത്തെ 2 ആണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം 4 ആവുന്നത്. വീണ്ടും അതിന് കൂടെ 2 കൊടുക്കുമ്പോൾ 6 ആവും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകും. സോ ഇൻ ദിസ് വേ വി ക്യാൻ റൈറ്റ് ഫോർ ലൂപ്സ്. ഇനി നമ്മൾ ഇതിനെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? വൈ എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് മാറ്റാൻ പോവാം. ഇതേ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? വൈ വെച്ചിട്ട് മാറ്റാൻ പോകും. വാട്ട് ഈസ് ദി സിന്റാക്സ് ഓഫ് വൈ? വൈ ഇവിടെ ഒരു കണ്ടീഷൻ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ ബ്രാക്കറ്റ്. ഇതാണ് വൈലിന്റെ സിന്റാക്സ്. പക്ഷെ നമ്മൾ പറഞ്ഞ ലൂപ്പിന്റെ 4 ഭാഗങ്ങളും ഇതിൽ വരണം. എന്തൊക്കെ വേണം? കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ കൺട്രോൾ വേരിയബിളിന്റെ ഇനീഷ്യലൈസേഷൻ വരണം, അതുപോലെ കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ടാവണം, അപ്ഡേഷൻ വരണം, അതുപോലെ ബോഡി ഓഫ് ദി ലൂപ്പ് വേണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഇത് ലൂപ്പായിട്ട് മാറുക. അപ്പൊ ആദ്യത്തെ സംഗതി എന്താണ്? ഫസ്റ്റ് തിങ് ഈസ് ഇനീഷ്യലൈസേഷൻ. എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ ലൂപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇവിടെ കൊടുക്കുക, ലൂപ്പിന്റെ മുകളിലായിട്ട് കൊടുക്കുക എക്സ് ഈക്വൽ ടു 2. ദിസ് ഇസ് ഇനീഷ്യലൈസേഷൻ. അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. എക്സിന്റെ വാല്യൂ തുടക്ക വാല്യൂ നമ്മൾ കൊടുക്കും. ഇനി എന്താ കണ്ടീഷൻ? ഈ കണ്ടീഷൻ ഏത് അവസ്ഥയിലാണ്? വാട്ട് ഇസ് ദ കണ്ടീഷൻ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുന്നു എക്സ് 50നേക്കാൾ ചെറുതാണോ? യെസ് എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറും. അങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരും. ഇതാണ്, ഈ രീതിയിലാണ് ഈ സ്ട്രക്ചർ, ഈ വൈൽ ലൂപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. ആ ലൂപ്പിലേക്ക് പിന്നെ വരുന്ന ഇവിടുന്ന് എങ്ങോട്ടാ? ശരിയാണെങ്കിൽ ഇത് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത് ഇതേപോലെ നമ്മൾ ഇങ്ങോട്ട് പുറത്ത് എടുത്തിരുന്നു. സി ഔട്ട് എക്സ് സ്ലാഷ് എടുത്ത് എഴുതി. ഇനിയോ? ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോയിട്ടാണ് എന്താ ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. പക്ഷെ ഇവിടുന്ന് മുകളിലേക്ക് ഇത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ആ അപ്ഡേഷൻ ഇതിന്റെ അവസാനത്തിൽ, അതായത് ഈ ബോഡിയിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇൻക്രിമെന്റ് നടക്കുന്നത്. എന്നാൽ ഇതിൽ അത് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതായത് ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ഈ ഒരു സംഗതി നടക്കുന്നില്ല. അപ്പൊ അത് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഇത്രയേ ഉള്ളൂ. എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് എഴുതില്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. അപ്പൊ ഇത് ചെയ്തു, ഇതിനുശേഷം ഇതും ചെയ്തു. എന്നിട്ട് മുകളിലേക്ക് പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും മുകളിലേക്ക് പോകും. ഫാൾസ് ആവുന്നത് വരെ അത് ചെയ്യും. ഫാൾസ് ആവും കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വൈൽ ലൂപ്പിന് എഴുതാം. ഇനി എങ്ങനെ നമ്മൾ ഡു വൈൽ ലൂപ്പ് എഴുതും? ഇത് ഇതേപോലെ തന്നെയാണ്. ഫോർ ലൂപ്പിനെ നമ്മൾ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് എഴുതണം? ഡു എന്ന് എഴുതണം ആദ്യം, എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടണം. വൈൽ, ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടീഷൻ വരിക. സെമിക്കോളൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 2. ഓക്കെ, എക്സ് ഈക്വൽ ടു 2. Then ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻ അവസാനമാണ് ടെസ്റ്റ് ചെയ്യുക. 2 തരം ലൂപ്പുകളുണ്ട്. 2 തരം ലൂപ്പുകളുണ്ട് C++. ഇത് ഓർമ്മയില്ല, ലാംഗ്വേജിൽ 2 തരം ലൂപ്പ് ഉണ്ടാവും. ഒന്നിന്റെ പേര് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ്. ഒരു വിഭാഗം എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നറിയപ്പെടും. മറ്റൊരു വിഭാഗം എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നറിയപ്പെടും. ഒരു ലൂപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശന കവാടത്തിൽ തന്നെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെയാണ് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. വൈൽ ലൂപ്പും വൈൽ ആൻഡ് ഫോർ ആർ എക്സാമ്പിൾ ഫോർ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്.
സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പാണ് എന്ത്, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. ഇനി ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത, അത് പുറത്തിറങ്ങുന്ന സമയത്താണ് ഇനി തുടരണോ, ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലാണ് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സിറ്റ് പോയിന്റ്, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ വി കോൾ ഇറ്റ് ആസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അതിന്റെ കൺട്രോൾ വരുന്നത് എവിടെയാണ്, എക്സിറ്റിലാണ്, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ്. സോ വി കോൾ ഇറ്റ് ആസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഈ സാധനത്തെ നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിലേക്ക് മാറ്റാണ്, സോറി ഡു വൈ ലൂപ്പിലേക്ക് മാറ്റാണ്. എങ്ങനെ മാറ്റാം, സെയിം തിങ്, നത്തിങ് മോർ. സി ഔട്ട് എക്സ്, ഇതാണ് ഇതിന്റെ ബോഡി, ഇവിടെയാണ് ഇതിന്റെ ബോഡി പാർട്ട് വരെ, രണ്ട് ബ്രാക്കറ്റിന്റെ ഇടയിൽ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതി സി ഔട്ട് എക്സ് സ്ലാഷ് എന്ന് എഴുതി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എക്സ് 2, എന്നിട്ട് 2 എന്ന് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നു, ഈ ലൂപ്പിലാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഇവിടെ വരുന്നുണ്ട്, അതായത് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഈ അപ്ഡേഷന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതണം. വട്ട് ഈസ് അപ്ഡേഷൻ, എക്സ് പ്ലസ് ഈക്വൽ ടു 2. ഇവിടെ എക്സ് പ്ലസ് ഈക്വൽ ടു 2 ഇത് എഴുതി. ഈ ബോഡിയിലുള്ള ഈ പാർട്ടും അപ്ഡേഷന്റെ പാർട്ടും നമ്മൾ എഴുതി. ഇനി എന്താ കണ്ടീഷൻ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ കയറുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറും, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്തരം കൺവേർഷൻ ചെയ്യുമ്പോൾ ഒരു വൈൽ ലൂപ്പിനെ ഡു വൈയിലേക്ക്, എൻട്രി കൺട്രോൾ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഈ കണ്ടീഷന്റെ അവസ്ഥ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 50 വരെയുള്ള ഇരട്ട സംഖ്യകളെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ഈ കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് കൂടെ നമ്മളൊന്ന് നോക്കണം. ഇത് 2നെ പ്രിന്റ് ചെയ്തു, ഓക്കെ. എന്നിട്ട് 2ന്റെ കൂടെ 4 ആയി, 4 50നേക്കാൾ ചെറുതാണ്, ഓക്കെ. വീണ്ടും മുകളിലേക്ക് കയറി 6 ആയി, 8 ആയി, അങ്ങനെ പോയി നമുക്ക് 48 പ്രിന്റ് ചെയ്തു. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്, 48. ഇതിന്റെ കൂടെ എന്തായി, 48ന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി, 50 ആയി. 48 പ്രിന്റ് ചെയ്തു, 48 പ്രിന്റ് ചെയ്തു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആയി. അതെന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 50 ആയി. 50 ആയ സമയത്ത് വൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്, 48 ഉള്ളൂ. സോറി, എക്സിന്റെ വാല്യൂ എന്തായി, 50 ആയി. 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യെസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് പോയി, അങ്ങനെ 50 പ്രിന്റ് ചെയ്തു. എക്സ് പ്ലസ് ഈക്വൽ ടു 2, എക്സിന്റെ വാല്യൂ എന്തായി, 52 ആയി. ഇവിടെ വരുന്ന സമയത്ത് 52 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അല്ല എന്ന് പറയുന്നു, അവിടെ ഔട്ട്പുട്ട് ചെയ്തു. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അതിന്റെ ബോഡി എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. The body of the loop will be executed at least once in the case of do while loop. അതാണ് അതിന്റെ പ്രത്യേകത. ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിൽ നിന്നും ഇതിനുള്ള ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇറ്റ്സ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ് ലീസ്റ്റ് വൺസ്. എന്നാൽ ഡു ലൂപ്പിനും വൈൽ ലൂപ്പിനും നമുക്കത് ഉറപ്പുവരുത്താൻ പറ്റില്ല. ഇനി നമുക്ക് നെസ്റ്റഡ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നെസ്റ്റഡ് കൺട്രോൾ സ്ട്രക്ചർ. എങ്ങനെയാണ് നെസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് കയറി വരിക, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ മറ്റൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയാം, നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ ഈഫിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, സ്വിച്ചിന്റെ ഉള്ളിൽ ഒരു ഈഫ് കയറി വന്നാൽ, ഇങ്ങനെ ഒരു ഔട്ടർ സ്ട്രക്ചറും ഒരു ഇന്നർ സ്ട്രക്ചറും വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയും നെസ്റ്റഡ് കൺട്രോൾ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ലൂപ്പിന്റെ കേസിൽ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ഉണ്ട്. നെസ്റ്റഡ് ലൂപ്സ് എന്താ നെസ്റ്റഡ് ലൂപ്പ്? ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് എ നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോ ഫോർ ലൂപ്പിന്റെ കേസിൽ നമുക്ക് നോക്കാം. ഫോർ I equal to 1, I less than or equal to 5, I plus plus. ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പും കൂടെ എഴുതണം. ഫോർ j equal to 1,
j less than or equal to 3 j plus plus. C out I j. ഇങ്ങനെ ഇതാണ് ഔട്ടർ ലൂപ്പ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ്. ഇങ്ങനെ രണ്ട് ലൂപ്പ് വന്നു കഴിഞ്ഞാൽ, രണ്ടോ അതിൽ കൂടുതലാവാം, വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഈ നെസ്റ്റഡ് ലൂപ്പില് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന എത്ര പ്രാവശ്യം നോക്കുക നമ്മൾ? 1 മുതൽ 5 വരെ. അപ്പൊ ഐന്റെ വാല്യൂ എങ്ങനെ മാറും? ഐയുടെ വാല്യൂ എങ്ങനെ മാറും? 1, 2, 3, 4, 5 ഇങ്ങനെ 5 വരെ മാറും. അങ്ങനെ ഓരോ പ്രാവശ്യം ഒന്നിന്റെ ഐയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഇതൊരു പ്രാവശ്യം ചെയ്യണം, ഇതൊരു പ്രാവശ്യം ചെയ്യാൻ ഇവിടെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പുണ്ട്, മറ്റൊരു ഫോർ ലൂപ്പുണ്ട്. ഇതിന്റെ വാല്യൂ എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ട്? ജെയുടെ വാല്യൂ 1 മുതൽ 3 വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ജെ വിൽ എക്സിക്യൂട്ട് 1, 2, 3 3 പ്രാവശ്യം ചെയ്യും. അങ്ങനെ ഇത് 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ലൂപ്പിന്റെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് തന്നെ പോകും. എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 ആവും. ഇത് വീണ്ടും ജെയുടെ വാല്യൂ തുടങ്ങുകയാണ്, 1 മുതൽ 3 വരെ പറഞ്ഞാൽ 1, 2, 3 ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. ഇത് 3 പ്രാവശ്യം ചെയ്തതിനു ശേഷം വീണ്ടും പുറത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഐയുടെ വാല്യൂ ഒന്നുകൂടെ കൂടി 3 ആയി. അപ്പൊ ഇത് 3 ആവുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? ജെയുടെ വാല്യൂ 1, 2, 3 എന്ന് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഉള്ളിലുള്ളത് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ വീണ്ടും 4 ആവുന്നു. എഗെയിൻ 1, 2, 3 ജെയുടെ വാല്യൂ 1, 2, 3 5 ആവുന്നു. എഗെയിൻ 1, 2, 3 ജെയുടെ വാല്യൂ 1, 2, 3. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് കോഡ്? നോക്കാം നമുക്ക്. ഐയുടെ വാല്യൂ 1, അങ്ങനെ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ചിട്ട് ഇനി ഇത് എത്ര പ്രാവശ്യം ചെയ്യും? 3 പ്രാവശ്യം ചെയ്യും. ഐയുടെ വാല്യൂ 1 3 പ്രാവശ്യം. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? 1 ആയിരിക്കെ 1 എന്ന ഐയുടെ വാല്യൂ 1 ആയിട്ട് ദിസ് വിൽ ബി എക്സിക്യൂട്ട് 3 ടൈംസ്. അപ്പൊ എന്തായിരിക്കും വരിക? ഐയുടെ വാല്യൂ 1, വാല്യൂ ഓഫ് ഐ ഈസ് 1 എന്നിട്ടൊരു ഹൈഫൺ, ജെയുടെ വാല്യൂ എന്താണ്? 1. അടുത്ത പ്രാവശ്യം 1, 2, 1, 3 അങ്ങനെ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞു. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്തായി? 2 ആയി. ഐയുടെ വാല്യൂ 2. അപ്പൊ ഇത് ഓൾവേസ് ദിസ് വിൽ ബി 2. ജെയുടെ വാല്യൂ 1, 2, 3 മാറും. അപ്പൊ എങ്ങനെ വരും? 2, 1, 2, 2, 2, 3 എന്ന് വരും. വീണ്ടും ഇത് മുകളിലേക്ക് പോകുന്നു. ഐയുടെ വാല്യൂ എന്തായി? ഒന്നുകൂടെ കൂടി, അത് 3 ആയി. ഇപ്പൊ എന്ത് ചെയ്യും? 3 ഐയുടെ വാല്യൂ 3 ആയിരിക്കും. പിന്നെ ഇവിടെ മാറുന്ന എന്താണ്? ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. 3, 1, 3, 2, 3, 3 എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയി 4 കഴിഞ്ഞു. 5, 1, 5, 2, 5, 3 ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, ഔട്ടർ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഔട്ടർ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യുന്നു? n ടൈംസ്. ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യുന്നു? m ടൈംസ്. അങ്ങനെയാണെങ്കിൽ ഇന്നർ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടാവും? n into m ടൈംസ്. ഈ സ്റ്റേറ്റ്മെന്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും? ഔട്ടർ ലൂപ്പ് ചെയ്യുന്നത് n പ്രാവശ്യമാണെങ്കിൽ, ഈ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് m പ്രാവശ്യമാണെങ്കിൽ, ഇന്നർ ലൂപ്പിന്റെ ബോഡി എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും? n into m. നമുക്ക് നമ്മള് ഐയുടെ വാല്യൂ ഇവിടെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? ഐയുടെ വാല്യൂ എത്ര വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് 5 ടൈംസ്. ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? 3 ടൈംസ്. അപ്പൊ ടോട്ടൽ ഈ സ്റ്റേറ്റ്മെന്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 15 ടൈംസ് n into m. നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9. 4 4, 1, 4, 2, 4, 3 ഇങ്ങനെ. അപ്പോൾ 9, 8, 9, 10, 11, 12, 13, 14, 15. ഈ സ്റ്റേറ്റ്മെന്റ് 15 ടൈംസ് എക്സിക്യൂട്ട്. സോ ഇന്നർ ലൂപ്പിന്റെ ബോഡി പാർട്ട് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും?
15 times. I means n into m times എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൂടെ ഉണ്ട്. ഏതാണ്? ബ്രേക്ക് നമ്മൾ കണ്ടതാണ്. ബ്രേക്ക്, കണ്ടിന്യൂ, then go to. ഈ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നറിയപ്പെടുന്നത്. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ബ്രേക്ക് നമ്മൾ രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയും ഉപയോഗിക്കാം, വിത്ത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് വിത്ത് ലൂപ്പ്, രണ്ടിനെയും കൂടെ ഉപയോഗിക്കാം. കണ്ടിന്യൂ നമ്മൾ ലൂപ്പിന്റെ കൂടെ മാത്രമാണ് ഉപയോഗിക്കുക. ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ഗോ ടു സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിന്റെ കൺട്രോളിനെ, എക്സിക്യൂഷന്റെ കൺട്രോളിനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കണ്ടീഷണലി ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോ ടു. നമ്മൾ പറയും go to statement takes the program control to a statement which is identified by a label. ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു പേര് കൊടുക്കും, ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മളൊരു ഐഡന്റിഫയർ കൊടുക്കും. ഐഡന്റിഫയറിനാണ് നമ്മൾ ലേബൽ എന്ന് പറയാം. ആ ലേബലിലേക്ക് പ്രോഗ്രാമിന്റെ കൺട്രോളിനെ ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോ ടു. ബ്രേക്ക് എന്തായിരുന്നു? സ്വിച്ചിന്റെ കേസിലാണെങ്കിൽ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക്. ലൂപ്പിന്റെ കേസിലാണെങ്കിൽ ആ ലൂപ്പിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു ലൂപ്പ് നമ്മൾ എഴുതിയിട്ടുള്ളത് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ പ്രാവശ്യം ആവുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? പുറത്തേക്ക് ജമ്പ് ചെയ്യണം, ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. അതിനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ ഒരു ഫോർ ലൂപ്പ് നമ്മൾ എഴുതുന്നു. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എൻ്റെ സോ ആൻഡ് സോ ഒക്കെ കൊടുത്തു. ഇതാണ് ഈ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇതിന്റെ നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ഇതിന്റെ മുഴുവൻ ഭാഗവും എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിലേക്ക് തന്നെ ജമ്പ് ചെയ്യണം. സ്കിപ്പിംഗ് സം സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ്. ഒരു ലൂപ്പ് അതിന്റെ ബോഡിയിലെ ചില സ്റ്റേറ്റ്മെന്റുകളെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ആ ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് കണ്ടിന്യൂ. ദെൻ ഗോ ടു. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഗോ ടു എക്സ്പ്ലെയിൻ ചെയ്യാം. 1 മുതൽ 10 വരെ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ing main ing x equal to 1. Line 2 cout x. ഈ ലൈൻ 2 എന്ന് പറയുന്ന വാക്ക്, ഈ ഐഡന്റിഫയർ ആണ് ലേബൽ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ലേബൽ ഒരു പേര് എഴുതി കോളം ലേബൽ. ഇനി നമ്മൾ if x less than or equal to x equal to x plus 1 go to line 2. ഇത് നോക്കുക, ഇതിൽ ലൂപ്പ് ഇല്ല, പക്ഷെ ഇത് 10 പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാ വരുന്നത്? എക്സിന്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്തു, സി ഔട്ട് എക്സ്, അപ്പോൾ 1 പ്രിന്റ് ചെയ്യുന്നു. Then if x less than or equal to 10, x 10നേക്കാൾ ചെറുതോ തുല്യമോ ആണോ? ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? x equal to x plus 1, എക്സിന്റെ വാല്യൂ ഒന്നും കൂടെ കൂട്ടണം. ഗോ ടു ലൈൻ 2. അങ്ങനെ കൂട്ടിയതിനു ശേഷം ലൈൻ 2ലേക്ക് പോകുക. ലൈൻ 2ലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാം.
പ്രോഗ്രാമിന്റെ നിയന്ത്രണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. താഴോട്ട് പോകേണ്ടതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. ഗോ ടു ലൈൻ 2. അപ്പോൾ 2 പ്രിന്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 10നേക്കാൾ ചെറുതാണോ? യെസ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. 3 പ്രിന്റ് ചെയ്യും. 3 ആവും. ഗോ ടു ലൈൻ 2 ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു. അൺകണ്ടീഷണൽ ജമ്പ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇതാണ് ഈ ലൈൻ 2 എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ഉണ്ട്. ഈ ഐഡന്റിഫയർ ഉപയോഗിച്ചിട്ടാണ് ഈ വരിയെ നമ്മൾ ഈ ലൈനിനെ ഈ സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ലേബൽ. അപ്പൊ പ്രോഗ്രാമിന്റെ നിയന്ത്രണത്തെ ഒരു ലേബലിനാൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു. ദിസ് എ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. For I is equal to 1, I less than or equal to 10, I plus plus, C out, I. If I mod 5 equal to 0, break. For example, നോർമൽ കേസിൽ ഇത് 1 മുതൽ 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലൂപ്പാണ് എഴുതിയിട്ടുള്ളത്. ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്യും. ഇവിടെ ഐ മോഡ് 5 0 ആണോ? അല്ല. 1 മോഡ് 5 0 അല്ല. അങ്ങനെയാണെങ്കിൽ 0 ആവുന്ന കേസിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് എന്ത് ചെയ്യും? 1 2 3 4 പ്രിന്റ് ചെയ്തതിനു ശേഷം 5 പ്രിന്റ് ചെയ്തതിനു ശേഷം 5 മോഡ് 5 5 മോഡ് 5 will get 0. സോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ പുറത്തേക്ക് ജമ്പ് ചെയ്യും. അതായത് 10 പ്രാവശ്യം ചെയ്യേണ്ടതാണ്, പക്ഷെ 5 പ്രാവശ്യം ചെയ്തിട്ട് എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. നേരത്തെ കണ്ടു സ്വിച്ചിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഉപയോഗിക്കാം. ഇനി കണ്ടിന്യൂവിന്റെ കേസ് നോക്കുക. If I mod 3 equal to 0, continue. C out I. ഇത് നോക്കുക. ഇതും യഥാർത്ഥത്തിൽ 10 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽപ്പെട്ട ഈ പാർട്ടും ഈ ഐ എന്ന് പറയുന്ന പാർട്ടും എന്ത് ചെയ്യണം? സി ഔട്ട് ഐ എന്ന് പറയുന്ന ഭാഗവും 10 പ്രാവശ്യം ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? ഐയുടെ വാല്യൂ 1 മോഡ് 3 0 അല്ല. 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് സി ഔട്ട് ഐ 1 പ്രിന്റ് ചെയ്യുന്നു. ദെൻ ഐയുടെ വാല്യൂ 2 ആയി. 2 മോഡ് 3 ദാറ്റ് ഈസ് നോട്ട് 0. അതുകൊണ്ട് വീണ്ടും 2 പ്രിന്റ് ചെയ്യും. ദെൻ 3 ആവുന്നു. 3 മോഡ് 3 0. 3 മോഡ് 3 0 ആയതുകൊണ്ട് എന്ത് പറഞ്ഞു? കണ്ടിന്യൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ പരിഗണിക്കേണ്ടതില്ല, സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് മുകളിലേക്ക് ജമ്പ് ചെയ്യണം. സോ ഐ ബിക്കംസ് 4. അപ്പോൾ 3 എന്ന് പ്രിന്റ് ചെയ്യുന്നില്ല. ദെൻ 4 പ്രിന്റ് ചെയ്യുന്നു, 5 പ്രിന്റ് ചെയ്യുന്നു. 6 വരുന്ന സമയത്ത് 6 മോഡ് 3 അഗൈൻ വിൽ ഗെറ്റ് 0. അപ്പോൾ കണ്ടിന്യൂ മുകളിലേക്ക് പോകുന്നു. ദെൻ അത് കഴിഞ്ഞ് 7 പ്രിന്റ് ചെയ്യുന്നു, 8 പ്രിന്റ് ചെയ്യുന്നു. 9 വരുന്ന സമയത്ത് വീണ്ടും 0 ആകുന്നു. അപ്പോൾ ഈ ലൈൻ സ്കിപ്പ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. 10 ആവുന്നു, 10 പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നു. ഈ കണ്ടീഷനിലേക്ക് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ 3 സ്കിപ്പ് ചെയ്തു, 3ന്റെ പ്രിന്റിംഗ് സ്കിപ്പ് ചെയ്തു, 6ന്റെ പ്രിന്റിംഗ് സ്കിപ്പ് ചെയ്തു, 9ന്റെ പ്രിന്റിംഗ് സ്കിപ്പ് ചെയ്തു. ഇങ്ങനെ ചില സ്റ്റേറ്റ്മെന്റുകൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിപ്പ് ചെയ്തിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ. അപ്പോൾ കണ്ടിന്യൂ, ബ്രേക്ക്, ജമ്പ് ഇവയാണ് എന്ത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന്, ഗോ ടു, കണ്ടിന്യൂ, ബ്രേക്ക് ആൻഡ് ഗോ ടു, ഇതാണ് എന്ത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ C++മായി ബന്ധപ്പെട്ട റിവിഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. താങ്ക് യു.